എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ ദുബായിലെ നടത്തിപ്പിലുണ്ടായ വീഴ്ചകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ എൻട്രൻസ് കമ്മീഷണർക്ക് പരാതി നൽകി. പരീക്ഷ വീണ്ടും നടത്തുകയോ ഗ്രേസ് മാർക്ക് നൽകുകയോ വേണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അടക്കമുള്ളവർക്കും പരാതിയുടെ കോപ്പി ഇമെയിൽ വഴി അയച്ചിട്ടുണ്ട്. 3 മണിക്കൂറുള്ള പ്രവേശന പരീക്ഷയ്ക്ക് 9 മണിക്കൂറോളമാണ് കുട്ടികൾ പരീക്ഷാ ഹാളിൽ ഇരിക്കേണ്ടി വന്നത്. സാങ്കേതിക തകരാറായിരുന്നു കാരണം. ഭക്ഷണം പോലും കിട്ടാതെ രാവിലെ 10:30 മുതൽ രാത്രി 7:30 വരെയാണ് കുട്ടികൾ പരീക്ഷാ ഹാളിൽ ചെലവിട്ടത്. പരീക്ഷാ നടത്തിപ്പ് താളം തെറ്റിയതോടെ മക്കളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുമോ എന്നാണ് രക്ഷിതാക്കളുടെ ആശങ്ക. വിഷയത്തിൽ ഗൗരവത്തോടെ ഇടപെടണമെന്നും ഗ്രേസ് മാർക്ക് നൽകുകയോ വീണ്ടും പരീക്ഷ നടത്തുകയോ വേണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. എൻട്രൻസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അടക്കമുള്ളവർക്കും ഈ ആവശ്യം ഉന്നയിച്ചാണ് രക്ഷിതാക്കൾ ഇമെയിൽ അയച്ചത്. സ്കൂൾ അധികൃതർ നമ്മൾ ചോദിച്ചിട്ട് അവരതിൻ്റെതായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് തന്നിട്ടില്ല. ഞാൻ വിശദമായിട്ട് സാറിന് ഇമെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ താഴ്മയായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം സാർ, എന്തെങ്കിലും ഒരു പോംവഴി ഒന്നും എടുക്കുക. ബിക്കോസ് ഇത് അവരുടെ ഭാവിയുടെ കാര്യമാണ്. ഗൾഫിലെ ഏക പരീക്ഷാ കേന്ദ്രമായിരുന്ന ദുബായ് NI മോഡൽ സ്കൂൾ അധികൃതർക്കും ദീപു പരാതി നൽകിയിരുന്നു. പ്രവേശന പരീക്ഷ നടത്തിയത് കേരളത്തിൽ നിന്നും എത്തിയ ഉദ്യോഗസ്ഥരാണെന്നും സെർവർ തകരാറാണ് പ്രശ്നമാക്കിയതെന്നുമായിരുന്നു മറുപടി. 112 കുട്ടികളാണ് ദുബായിൽ പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിരുന്നത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.